ഈ ഒരു രുചി തേടി അങ്ങ് പാകിസ്ഥാൻ വരെ ഒന്ന് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? വെറുതെ അല്ല, എൻ്റെ പാകിസ്ഥാനി ഫ്രണ്ട് അസ്മയുടേതാണ് ഈ റെസിപ്പി. അപ്പോൾ വാ റെസിപ്പി നോക്കാം. 4 ഇടത്തരം സവോള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തതും 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി കുനുകുനാന്നരിഞ്ഞതും ഇനി എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില. ഇനി ഒരു മിക്സിയുടെ ജാറിൽ 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇനി കുറച്ച് കുരുമുളക്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ദാ ഇതുപോലെ. ഇനി ഈ മസാല നമ്മുടെ സവാള മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത 3 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ അരിപ്പൊടി, 5 ടീസ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ചായി വെള്ളവും ചേർത്ത് ഈ ഒരു പരുവത്തിൽ അതൊന്ന് കുഴച്ചെടുക്കാം. ഇനി എന്താ, ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ വെച്ചോ കൈവച്ചോ ഇതേപോലെ ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാകിസ്ഥാനി പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.